മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളുടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടാൽ തന്നെ, ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നിങ്ങൾ എത്രമാത്രം ഇതിലേക്ക് ഇങ്ങോട്ട് ഹൃദ്യമായി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഈ ആഘോഷവും ഈ സന്തോഷവും ഈ ഒരുമിക്കലും ഒക്കെ തൽക്കാലത്തേക്ക് മാത്രമാണ്. വർഷത്തിലൊരിക്കൽ ഓണാഘോഷം, അതൊന്നും എല്ലാവരും കൂടി കൂടി സന്തോഷിക്കാം. അതല്ല, കലാകാലം ഉണ്ടാകേണ്ട ഒരു സന്തോഷത്തിൻ്റെ ആരംഭമാണ് ഇന്ന്. ആരംഭം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം. അതിനെ വീണ്ടും നമുക്ക് ആഘോഷിച്ചുകൊണ്ട് പുതുക്കുക. അപ്പം അതിലേക്ക് ഓണാഘോഷത്തിലേക്ക് വരാത്ത കുറെ കുട്ടികൾ അടുത്ത് വരും, ആരെ കൂടി ഇതിൽ പങ്കാളികളാക്കുക. അങ്ങനെ ഈ കാലം ഇങ്ങനെ ഈ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇന്ന് അസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണ് കലാലയത്തിനകത്ത് വെച്ച് സഹോദരരെ കൊന്ന കഥ നമ്മൾ വായിക്കേണ്ടി വന്നു. മുണ്ടിസോറി അധ്യാപികയുടെ ട്രെയിനിങ് സ്കൂളിലെ ട്രെയിനറായിട്ടുള്ള അശ്വതി ഇവിടെ ഉണ്ട്. ഞാനെന്താ ഏത് ജോലി നോക്കുമ്പോൾ ട്രെയിനിലെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞാൽ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു. നമ്മുടെ വേർതിരിവുണ്ടാക്കുന്ന കാലഘട്ടം കോളേജുകളിലും ക്യാമ്പസുകളിലും ക്ലാസ് റൂമുകളിലും എന്തിനു മുമ്പ് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോലും വ്യാപിക്കുകയും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഒരു മോനെ കൂട്ടുകാരെല്ലാവരും കൂടി കൊന്നു താമരശ്ശേരി. ഒറ്റ പരീക്ഷ കുട്ടി എഴുതിയുള്ളൂ, IT പരീക്ഷ A+. ഓനിന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത്. അവിടെ ഈ ആഘോഷങ്ങൾ എന്തിനായിരിക്കണം? ആ ഇരുട്ടിനെ തുടച്ചു മാറ്റാനായിരിക്കണം. ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ AP ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ് ഓണസന്ദേശം നൽകി. രണ്ട് കാര്യങ്ങളിലാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഇതുവരെ പഠിക്കുകയായിരുന്നു, വേറെ ഒന്നിനു വേണ്ടിയല്ല മറ്റൊരു കോഴ്സിലേക്ക് ചേരാൻ. അത് +2 ആയാലും SSLC ആയാലും ഒക്കെ. ഇപ്പൊ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പോകുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നിങ്ങളൊരു ജോബിലേക്കാണ്. അപ്പൊ രണ്ട് പഠനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മൾ വീണ്ടും പഠിക്കാൻ ഇവിടെ ഗ്ലോബൽ അക്കാദമിയിൽ എത്തിപ്പെട്ടത് നമ്മൾ അങ്ങനെയാണ്. മറ്റൊന്ന്, ഇനി നമ്മൾ പോകുന്നത് നിങ്ങൾ ഏവിയേഷനും അതുപോലെ തന്നെ മോണ്ടിസോറിയും ഒക്കെ മേഖലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് രണ്ട് പഠനവും രണ്ടാഴ്ച കാണണം. കണ്ട പോലെയല്ല കാണല്. ഇത് വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ അത്ര കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ നല്ല നിലയിലെത്തിക്കാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. ഈ സ്ഥാപനമാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ട ജോലിക്ക് വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി തരും. അതിനു വേണ്ട പഠനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത്തരം ആഘോഷങ്ങൾ അടിച്ചു പൊളിച്ച് ആട്ടി തിമിർക്കണം എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ P അശ്വതി സ്വാഗതവും എടപ്പാൾ കോർഡിനേറ്റർ നൌഫി നന്ദിയും പറഞ്ഞു. അധ്യാപകരായ നൌഷി ഷെറിൻ, മുഹ്സിന, വിനീത, രാധിക, സാബിറ, അഞ്ജലി, ഷെഫ്ല, സാലിനി, ഷാനിബ, ഫാത്തിമ സെഹ്റ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളും നടന്നു.